നിർത്തിയത്? ഞാനിന്ന് ഓഫീസിലേക്കില്ല, നീ പൊയ്ക്കോ. നീ എങ്ങോട്ടാ? എനിക്ക് ശിവനെ ഒന്ന് കാണണം. എന്തിന്? ടീച്ചർ പറഞ്ഞത് കേട്ടപ്പോ എന്തോ എനിക്കിന്നലെ ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. ഞാൻ അന്നേ പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ടെന്ന്. ഞാൻ തന്നെ ശിവനെ പോലീസിന് ഒറ്റിക്കൊടുത്തു. ആ തെറ്റ് എനിക്ക് എങ്ങനെ തിരുത്തണം? ശിവനെ എനിക്ക് രക്ഷിക്കണം. എങ്കിൽ നീ തനിച്ച് പോണ്ട, ഞാനും വരാം. ഇവളെന്താ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ശിവ, മാപ്പ്. സെൽവ, നീ എന്തായി കാട്ടണേ? ഇവളെ കൊണ്ടുപോ. ഇവളെ കൊണ്ടുവന്നത് ഞാനാ. നിന്നെ കണ്ട് മാപ്പ് പറയാൻ വന്നതാ ഈ കുട്ടി. ഇനി ഇവളെ കണ്ട ഞാൻ പഴയ അവസ്ഥയിലാവും. കൊണ്ടുപോ. ഞാൻ പോവാം, എന്നാലും എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം പ്ലീസ്. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ മനസ്സിൽ ഒരു കണ്ണിൽ കിടന്ന നീറോ, അത് ഊതി ഊതി തീയാക്കരുന്ന് പറ. പോകാം മോളെ. എന്നാലും എന്റെ തെറ്റ് തിരുത്താതെ എനിക്ക് പോകാനാവില്ല. സെൽവ, നിന്റെ പാട്ടിയാ പറയുന്നത്. ക്ഷമിക്കടാ, ഈ കുട്ടിയോട് ക്ഷമിക്കേ. നിർത്ത്. കുമ്പസാരിക്കാൻ വന്നിരിക്കുന്നു. നിനക്കറിയോ ഞാൻ അനുഭവിച്ച വേദന? സ്വന്തം അച്ഛന്റെ ചോര പുരണ്ട കൈകളുമായി തെരുവിലൂടെ ഓടി ഓടി ഞാൻ തളർന്നു വീണത് ശിക്ഷിക്കാൻ മാത്രം അറിയാവുന്ന പോലീസിന്റെ കൈകളിലായിരുന്നു. സത്യമെന്തെന്ന് നിങ്ങൾക്കറിയോ? നീ എന്താണ് എന്നെ കുറിച്ച് നിന്നെ ഞാൻ മുൻ വിസ്താരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നിൽക്കുന്ന പ്രതി കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യം വന്നതിനാൽ പ്രതിയുടെ പ്രായവും സാഹചര്യവും കണക്കിലെടുത്ത് 4 വർഷത്തേക്ക് നല്ല നടപ്പിനായി ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കുവാൻ നിരുപാധികമായി ഈ കോടതി വിധിക്കുന്നു. എന്നെ ഇവിടുന്ന് പോകാൻ അനുവദിക്കില്ല. അല്ലടാ, എന്താടാ കാര്യം? ശിവനടുക്കല കഞ്ചാവ് വെച്ചിട്ടുണ്ട്, ഞങ്ങളത് കണ്ടേനാ. ഇനി എന്നെ തല്ലരുത്. തല്ലിയ നീ എന്ത് ചെയ്യൂടാ നായിന്റെ മോനെ? അല്ല, ഇതെന്തു പറ്റി? ആ പുന്നാര മോന്തെന്ന സമ്മാനമാ. പിന്നെ അത് കാര്യമാക്കണ്ട, അവനെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ ഞാൻ പെട്ട പാട്. അതുകൊണ്ടല്ലേ അവന്റെ ശിക്ഷയുടെ കാലാവധി നീട്ടിക്കിട്ടിയത്. ഏതായാലും ഇതിരിക്കട്ടെ. അത് പിന്നെ എനിക്കറിയില്ലേ. ഇവിടെ അവന്റെ കളി തീരാൻ ഇനി 2 മാസമേ ഉള്ളൂ. അയ്യോ, അത് കഴിഞ്ഞാൽ? അതിനിടയിൽ ഇതുപോലെ എന്തെങ്കിലും ഒപ്പിച്ചെടുക്കാവന്നേ. എന്തായാലും ഒരിക്കലും അവൻ പുറത്തു വരരുത്. കാണാം.
തെറ്റ് തുടരാൻ അനുവദിച്ചുകൂടാ. രക്ഷപ്പെടണം. ഹലോ. ആ, എന്താ രാമേന്ദ്ര? ഇന്നലെ രാത്രി ശിവശങ്കരൻ ജയിലിൽ ചാടി. ജയിലിൽ ചാടിയെന്നോ? അങ്ങനെ ചെയ്യാത്ത തെറ്റുകൾ മനഃപൂർവ്വം കെട്ടിച്ചമച്ച് ശിക്ഷയുടെ കാലാവധി നീട്ടി ജൂനൽ ഹോമിൽ നിന്ന് എന്നെ സെൻട്രൽ ജയിലിലടച്ചു. അവസാനം അവിടുന്ന് രക്ഷപ്പെട്ട് എത്തിച്ചേർന്നത് നല്ലവരായ ഇവരുടെ നടുവിലേക്ക്. ഞാൻ കേട്ട കഥകൾ ഇതൊന്നും ആയിരുന്നില്ല ശിവ. ഇന്ന് ഞാൻ ശിവനല്ല. ആ ശിവശങ്കരൻ അന്നേ മരിച്ചുപോയി. ഇന്നെന്നെ സ്നേഹിക്കാൻ ഇവിടെ എല്ലാവരും ഉണ്ട്. രക്ഷിക്കാൻ കരുണാമയനായ പഴനി ആണ്ടവനും. മോനെ ശെൽവ, നിന്നോട് മറ്റൊരു കാര്യം പറയാനാ ഇവളിപ്പോ വന്നത്. ശിവന്റെ അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ കണ്ടു. നിങ്ങൾക്കറിയൂ, ഞാൻ തെറ്റുകാരനല്ലെന്ന് അറിയാവുന്ന ഏക വ്യക്തി അയാളാണ്. എന്നിട്ടും എന്നെ ജയിലിലേക്ക് തള്ളിവിട്ട ആ വൃത്തികെട്ടവന്റെ കൂടെ ശിവ പ്ലീസ്. വേണ്ട, എനിക്കവരെ കാണണ്ട. അവരെന്നെ കണ്ട അയാളതറിയും. പിന്നെ എന്നെ തേടി പോലീസ് ഇവിടെ വരും. വേണ്ട വേണ്ട. ശിവ യെസ്, പ്രഭാരൻ ഹിയർ. പ്രഭാകരൻ സാറേ, ഞാനാ രാമേന്ദ്രൻ, ജയിൽ സൂപ്രണ്ട്. എന്താ വിശേഷിച്ച്? ശിവശങ്കരൻ പഴനിയിലുണ്ടെന്ന് രഹസ്യ റിപ്പോർട്ട് പോലീസിന് കിട്ടിയിട്ടുണ്ട്. ആ വഴിക്ക് നീക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ദേ, മേടിച്ച കാശിന് കൂറുള്ളോണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഞാൻ വേണ്ടത് ചെയ്തോളൂ. എന്നാലും ഇവരിപ്പോ ഇവിടെ വന്നിരിക്കുന്ന എന്തിനാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. അതിനെക്കുറിച്ച് ആലോചിച്ചൊന്നും നീ തലപുണ്ണാക്കണ്ട. പഴനിയിൽ വന്ന് അടിവാരത്ത് റൂം എടുക്കുന്നത് മുരുകനെ തൊഴാനില്ലാതെ പിന്നെന്തിനാ? സെൽവനെ അവരിവിടെ തിരിച്ചറിഞ്ഞാൽ സെൽവൻ പറഞ്ഞ അനുസരിച്ച് അവർ രണ്ടാം ഭർത്താവിനെ വിവരറിയിക്കും. ആര്? സദ്ദാം ഹുസൈൻ. അല്ല പിന്നെ, എടാ സെൽവന്റെ അമ്മ, ആ ഡാൻസ് ടീച്ചർ. കയ്യോടെ ഇവരെ കാണിച്ചു കൊടുക്കാൻ പാടില്ല സെൽവന്. ആർക്ക്? പോലീസിന്. ഇത്രയും കാലം ഈ അമ്മയും രണ്ടാം ഭർത്താവും കൂടി സെൽവനെ മനഃപൂർവ്വം ജയിലിൽ ഇട്ടിരിക്കായിരുന്നു എന്ന് പരാതി കൊടുക്കണം. അവന് പേടിയാണെങ്കിൽ നമുക്കും പോകാൻ കൂടെ. കൊള്ളാം. എടാ, മണ്ടത്തരം വിളിച്ചു പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം. അങ്ങനെ എളുപ്പം ഓടിച്ചെന്ന് ശെൽവൻ അവന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റില്ല. കാരണം പരാതി പറയാൻ ചെല്ലുന്ന ശെൽവത്തിനെ പിടിച്ച് ആദ്യം അകത്തിടും. എന്തിന്? എടാ, ഇവൻ ജയിൽ ചാടിയിരിക്കല്ലേ. ജയിൽ ചാടിയാലുള്ള ശിക്ഷ എന്താന്ന് നിനക്കറിയാമോ? ഇല്ല, എന്താ? അല്ല, അതെന്താണെന്ന് അത്ര കറക്റ്റായിട്ട് എനിക്കും അറിയില്ല. എന്നാലും നല്ല കനത്ത ശിക്ഷ കിട്ടും. പോരാത്തതിന് ശെൽവത്തിന് വക്കാലത്ത് പറയാൻ ചെല്ലുന്ന നമുക്കും കിട്ടും ശിക്ഷ വേറെ. എന്താ പോണോ? എന്തായാലും അവൻ അമ്മയെ ഉപദ്രവിക്കണമെന്നില്ല. പക്ഷേ അവരങ്ങനെ ചിന്തിക്കണമെന്നില്ലല്ലോ. തിരിച്ചറിഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ. അതെ. അങ്ങനെയാണെങ്കിൽ വേഷം മാറി നടന്നാ പോരെ. എന്തിന്? അപ്പൊ അവനെ തിരിച്ചറിയില്ലല്ലോ. അതിനിപ്പൊ തിരിച്ചറിയോ? ഇല്ല. പിന്നെ വേഷം മാറുന്ന എന്തിനാ? വേണ്ട, ആ പറഞ്ഞ പോലെ അതും ശരിയാണല്ലോ. അല്ല, ആവശ്യം വരുമ്പോ ഉപയോഗിക്കാലോ. എടാ, അത് തിരിച്ചറിയുമ്പോഴല്ലേ. ആ, അതിനിപ്പൊ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. പിന്നെന്തിനാണ് വേഷം മാറുന്നത്? അതായത് ഞാൻ ഈ പറഞ്ഞതെന്ന് എന്താ വെച്ചാല് നമ്മള് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വെറുതെ മനുഷ്യനെ ഇട്ട് ഭ്രാന്ത് പിടിപ്പിക്കരുത്. അല്ലെങ്കിൽ തന്നെ ആ തങ്കവേലിനെ കൊണ്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ആണോ? പാവം, അവന് നല്ല വിഷമമുണ്ട്. ആർക്ക്? തങ്കവേലുനാ? പോയേ പോയേ പോയേ. പിന്നെ അണ്ണൻ എന്താ ഈ പറയണത്? എടാ, ഞാൻ ശെൽവത്തിന്റെ കാര്യമോ പറഞ്ഞത്. അവൻ എങ്ങോട്ട് പോയാവോ? ആര്? നീ ശരിയാവില്ല. പോയേ പോയേ. ഓ, ഇതിപ്പോ എന്റെ തലക്ക് ഭ്രാന്ത് പിടിക്കും. ഭ്രാന്തന്റെ തലയിൽ എങ്ങനെയാ ഭ്രാന്ത് പിടിക്കുന്നത്? ഓ, എനിക്കൊരു സംശയം. ഈ സെൽവൻ എവിടെ പോയി? അത് തന്നെയാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. ആ സുബ്രുവിന്റെ കടയിൽ ഇരിക്കുമ്പോ ഞാനൊന്ന് ആശ്വസിപ്പിക്കാന്ന് കരുതി. സംസാരിച്ച് തുടങ്ങിയപ്പോഴേ അവൻ എഴുന്നേറ്റ് പോയി. നീയല്ലേ ആശ്വസിപ്പിക്കുന്നത്? അരവട്ടുള്ളവന് മുഴുവട്ടാവും. അങ്ങനെയാണെങ്കിൽ അണ്ണൻ എന്നെ വേണ്ട വേണ്ട വേണ്ട. എന്താ ഓട്ടം വല്ലതുണ്ടാ? ഇപ്പോഴല്ല, ഒരു 2 മണിക്കൂർ കഴിഞ്ഞ്. നീ ആറുമുഖനെ കണ്ടോ? ഇല്ല. എന്താ അണ്ണാ? ഒരു കാവടി ഉണ്ടായിരുന്നു. അതാ ശെൽവത്തിനെ വിളിക്കായിരുന്നില്ല വേലായുധ? അവനോട് പറഞ്ഞപ്പോ അവന് വയ്യെന്ന്. വയ്യെന്നോ? നാട്ടിലെ ഒരു പേരുകേട്ട ഡാൻസ് ടീച്ചർക്കുള്ള കാവടിയാ. കാര്യമായിട്ട് എന്തെങ്കിലും തടയുന്ന കേസാ. അത് പറഞ്ഞപ്പോ അവന് വയ്യെന്നും പറഞ്ഞ് ഒറ്റ പോക്ക. ഓ, അപ്പൊ അതാണ് കാര്യം. വേലായുധണ്ണ, അതെ. നീ ചുമ്മാ വേലായുധ, താൻ ഈ പറഞ്ഞ ഡാൻസ് ടീച്ചർക്ക് വേണ്ടി ശെൽവൻ തന്നെ കാവടി എടുക്കും, ആടും. അല്ല, അപ്പൊ വേഷം മാറാതെ? ഒന്നും മിണ്ടായിരടാ. വേഷം അവൻ സ്ഥിരം ഇടുന്ന വേഷം തന്നെ. അതിനവൻ സമ്മതിക്കണ്ടേ? ഇത് അവൻ തന്നെ ആടണം. താമ്പാ. അല്ല, അതിന് അവൻ സമ്മതിക്കാതെ. നോക്കാം. വേഷമില്ലാതെ തിരിച്ചറിഞ്ഞാൽ എങ്ങനെയാ? ആ വേഷത്തിൽ വന്നാൽ കുഴപ്പമാവൂലേ? അതിനിപ്പോ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ വരുന്ന പോലെ അനുഭവിക്കട്ടെ. അല്ല മൈലണ്ണ, ആ പോയല്ലേ. അണ്ണ,
என்ன ശങ്കരി? അമ്മയ്ക്ക് അണ്ണനെ അറിയില്ലല്ലേ? അറിഞ്ഞാൽ എന്താകുന്നു എനിക്ക് തെരിയും. എന്താകാൻ? നീ എന്താ പറയുന്നത്? ആ, അത് പോട്ടെ. അമ്മയ്ക്കൊന്ന് തിരിഞ്ഞാൽ നീ എന്നെ മറന്നിടുമോ? ശങ്കരി, സാരമില്ല. എനിക്കില്ലാത്ത അമ്മ അണ്ണനുണ്ടാകുമല്ലോ. അമ്മയുടെ കൂടെ പോയി പഠിച്ച ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അണ്ണൻ നല്ല വാഴണം. ശങ്കരി, എനിക്കറിയാം അണ്ണന്റെ മനസ്സ്. എൻ കൂടെയിൽ இருக்கிறப்போ அது எத்தனை நாள். ஆனா என் മനസ്സിൽ ഉനക്കാക വെച്ചപ്പോ അതൊരിക്കലും വാടാതെ. നിനക്ക് എന്ത് പറ്റി കുട്ടി? போதொரு நாள் உன் குட்டிக்கு தலைவடிக்க வரும்போது அந்த ஆண்டவனுக்கு போ என் கையிலிருந்து தான் வாங்கணும். உன் மனசுல நான் என்னைக்குமே ஒரு பூக்காரியா வாழணும். எனக்கு எனக்கு அது மட்டும் போதும். ശങ്കരി